പിന്നെ ഇടത്തെ ചെവി ഒരിത്തിരി ചെറുതാട്ടോ. അതെ അതെ അതെ. പിന്നെ മൂക്ക് എങ്ങനെയാന്ന് അറിയണമെങ്കിൽ ഈ മൂക്കിലോട്ട് നോക്കിയാൽ മതി. ഓ പിന്നെ കണ്ണും പിരിയോ മാഷപ്പോലെ തന്നെയാ. പിന്നെ എന്തെങ്കിലും കള്ളത്തരം കാട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മാഷയുടെ കൂട്ടൊരു കള്ള നോട്ടവും ഉണ്ട്. നല്ല നെറ്റിയുണ്ടായിരുന്നു. ഈ മുടി ഇങ്ങനെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആ മുതുകിലൊരു മറുകുണ്ടായിരുന്നു. മുതുകിലെ മറുക എങ്ങനെയാ മോളെ പടത്തി വരയ്ക്കുന്നേ? അതിനെന്താ, ഒരു കറുത്ത കുത്തിട്ടാ പോരെ? ഇവിടെ റെസ്റ്റ്, ഞാനിപ്പോ വരാം. അല്ല, എന്താ ഇത്? മാഷിനെ പഠിപ്പിക്കാൻ വേറൊരു മാഷോ? ആരാ മാഷ പുതിയ മാഷ്? ഉണ്ണിയുടെ പടം വരയ്ക്കാമെന്ന ആളാ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ? ഓ, ആളാണ് ആർട്ടിസ്റ്റ്. അവന്റെ മോശമായ വല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു കൊടുക്ക്. പഴയ കൂട്ടുകാരനല്ലേ? ആർട്ടിസ്റ്റേ, ഒരു കാര്യം ഞാൻ പറയാം. അവന്റെ മുഖം ചേച്ചിയെ പോലെയോ മാഷിനെ പോലെയോ അല്ലായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. പിന്നെ താടി ഉണ്ടായിരുന്നില്ല. അന്ന് എനിക്കുണ്ടായിരുന്നില്ല. സിഗരറ്റ് വലിക്കോ? ഏയ്, സിഗരറ്റ് പോയിട്ട് ഒരു ചരട് പോലും അവൻ വലിക്കില്ല. അവരെ നെട്ടു ഇതല്ലേ പ്രായമുള്ളൂ. അതല്ല, നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ചോദിച്ചത്. എനിക്കൊന്നും വേണം. വെരി സോറി. കല്യാണം പ്രമാണിച്ച് എല്ലാ ചീത്ത സ്വഭാവങ്ങളും ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ്. ആ മാഷേ, കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണ്. ഒന്ന് മാറി ഒന്ന് മാറി. അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ലേ കൃഷ്ണൻകുട്ടി? അതെന്താ വെച്ചാ അങ്ങനെ പറഞ്ഞത്? അല്ല, എന്റെ ഉണ്ണി ഉണ്ടായിരുന്നെങ്കിൽ അവനും ഇപ്പൊ പെണ്ണാലോചിക്കേണ്ട സമയമായിരുന്നില്ലേ? അവനും ഈ ലോകത്തൊരു പെണ്ണ് കാണുമല്ലോ. അവള് ഭാഗ്യമുള്ളവളാണെങ്കിൽ ഉണ്ണി തിരിച്ചു വരും. തിരിച്ചു വരും മാഷേ. ആ, മാഷിന്റെ മോളും മരുമോനും മന്നുണ്ട്. ഒരു കുടുംബകലാപം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് മാറിയേക്കാം. എന്റെ കല്യാണമാണ്, കുടുംബസമേതം വരണം. ഞാനൊരു കല്യാണം കഴിച്ചതിന്റെ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോഴാണ് അവന്റെ കല്യാണം. സ്ത്രീധനത്തുക ബാക്കി തരാനുള്ളത് തന്നിട്ടില്ല. എന്നാ പിന്നെ മാസാമാസം അതിന് ഇൻട്രസ്റ്റ് തരാന്ന് പറഞ്ഞിട്ട് അതും തന്നിട്ടില്ല. സ്ത്രീധനം തരാനോ ഇൻട്രസ്റ്റ് ഇല്ല. അതിന്റെ ഇൻട്രസ്റ്റ് തരാനുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പിന്നെ അവളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് എന്താ ഇൻട്രസ്റ്റ്? ഓമനക്കുട്ടാ, തൽക്കാലം നീ അകത്തേക്ക് ചെല്ലേ. ഞാൻ അകത്തേക്ക് ചെല്ലാൻ നല്ല കാര്യമായി. എനിക്ക് അവകാശമില്ലാത്ത വീട്ടിൽ ഞാൻ കാല് കുത്തില്ല. എന്തേ പോവേണ? തീർന്നിട്ടില്ല. പറപ്പിച്ചേ ഡോണ്ടു ഡോണ്ടു. പറ്റരുത് പട്ടി, പറ്റരുത്. എന്ത് വേണമെങ്കിലും കോംപ്രമൈസ് ചെയ്യാം. ഓടി വരണേ. അയ്യോ അയ്യോ, പെട്ടെന്ന് പൊറിയും. പട്ടിയായിരുന്നു. അയ്യേ, വെറുതെ പേടിച്ച്. ഒരു പട്ടിപിടുത്തക്കാരനെ കൊണ്ടുവരണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഈ പണ്ടാനെ പിടിച്ച പട്ടിക്കാരനെ ഈ കുളത്തിൽ ചാടാനേ എനിക്ക് നേരെ ഉള്ളൂ. അതെനിക്കറിയായിരുന്നു. ആ, അതല്ലേ വെളിച്ചപ്പാടിനെ കല്യാണം വിളിക്കാൻ ഞാൻ ഇവിടെ തന്നെ കാത്തിരുന്നത്. ഇങ്ങോട്ട് കേറി വാ, കല്യാണക്കുറി തരാം. ഇപ്പൊ ഒന്നാ ശരിയാകത്തില്ല. ആ നായന്റെ മോൻ ഈ പരിസരത്ത് എന്നെ കാണും. ആണോ? ആ, വഴിയുണ്ട് വെളിച്ചപ്പാടേ. ഈ പാർസല് ഒന്നങ്ങാട് എത്തിച്ചേരും. ചെല്ലി ചെല്ലി. എന്നാണോ കല്യാണം? അതൊക്കെ അതിൽ അച്ചടിച്ചിട്ടുണ്ട്. എടുത്തു. അല്ല വെളിച്ചപ്പാടെ, വെളിച്ചപ്പാടിനെ മാത്രം ഈ പട്ടിയിട്ട് ഓടിക്കുന്നെന്താ? അത് പിന്നെ പട്ടി പിശാചല്ലിയോ? ഭഗവതിയെ കണ്ട ഓടിക്കും. ഈ നാട്ടില് വേറെ പട്ടിയുണ്ടല്ല. പക്ഷെ പഞ്ചവർണ്ണത്തിന്റെ പട്ടി മാത്രം ഭഗവതി ഓടിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അത് നമ്മുടെ പഞ്ചവർണ്ണത്തിന്റെ പട്ടിയാണോ? ആണോ വെളിച്ചപ്പാടെ? ആണോ വെളിച്ചപ്പാടെ? അതെ അതെ, വെളിച്ചപ്പാട് മുങ്ങി. എന്റെ കുറി